ഇവിടെയുള്ള മനുഷ്യരെ ഈ നിലയിലാക്കിയത് ആരാണ്? സർക്കാർ തന്നെയാണ്. കാസർഗോഡ് നടന്നത് കൂട്ടക്കൊലയാണ്. ഏത് ശാസ്ത്രയുക്തിയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നതെന്ന് വ്യക്തമല്ല. കുറേ ഡോക്ടർമാരുടെ പേര് കൊടുത്തിരിക്കുന്നു. അവരെന്താണ് പഠിച്ചത്? ഏത് ആധികാരിക രേഖയാണ് അവർ ആധാരമാക്കുന്നത്? കാസർകോട്ടെ കശുവണ്ടിത്തോട്ടങ്ങളിൽ എൻഡോസൾഫാൻ അവസാനമായി തളിച്ചത് 1999-നാണ്. 1978 ആരംഭിച്ച വിഷം തളിക്കൽ ശക്തമായ സമരത്തിനൊടുവിൽ 2 പതിറ്റാണ്ടിനു ശേഷം നിർത്തലാക്കുമ്പോഴേക്കും അതിൻ്റെ ആഘാതം ആ നാടിനെയാകെ വിഴുങ്ങിയിരുന്നു. 4 പതിറ്റാണ്ടിനു ശേഷവും അവരുടെ ദുരിതജീവിതം അവസാനിച്ചിട്ടില്ല. സജിത്തിന് പ്രായം 32. മെസ്സി എന്ന വിളി കേൾക്കാനാണ് സജിത്തിന് കൂടുതൽ ഇഷ്ടം. ദിവസവും 23-ലധികം മരുന്ന് കഴിക്കുന്ന സജിത്തിൻ്റെ ലോകം ചേച്ചിയും പ്രായാധിക്യം മൂലം കഷ്ടപ്പെടുന്ന അമ്മയുമാണ്. വീൽചെയർ ഉപയോഗിക്കാൻ പാകത്തിലുള്ള റോഡ് വീട്ടിലേക്കില്ലാത്തതിനാൽ സജിത്ത് പുറത്തിറങ്ങുന്നത് അപൂർവം. ഇറങ്ങേണ്ടി വന്നാലോ ചേച്ചി ചുമന്നുകൊണ്ടുപോകുകയും വേണം. മുർഷിദാക്ക് പ്രായം 31. ചെറുപ്പത്തിലെ ഉപ്പ മരണപ്പെട്ട മുർഷിദാക്ക് താങ്ങും തണലുമായുള്ളത് ഉമ്മ മാത്രം. കണ്ണിമ തെറ്റാതെ ഇവരെ പരിചരിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്കായിരിക്കും ഇവർ ചെന്നുപെടുക. താഹിറയും ഷഹീറും സഹോദരങ്ങളാണ്. താഹിറക്ക് പ്രായം 40, ഷഹീറിന് 38. എന്തു കാര്യവും പരസഹായത്തോടെ മാത്രം ചെയ്യാൻ കഴിയുന്ന ഇവരുടെ ഉമ്മ ക്യാൻസർ രോഗിയാണ്. എല്ലാവരും എൻഡോസൾഫാൻ ഇരകൾ. മക്കളുടെ പരിചരണാർത്ഥം ബന്ധുവീട്ടിലാണ് ഇവരുടെ താമസം. ഭാര്യക്ക് ഇത് ക്യാൻസറായി 2 വർഷമായി. അത് ഞങ്ങൾ ആദ്യകാലത്ത് ഞങ്ങൾ ഈ ആദ്യത്തെ കുട്ടി ഉണ്ടാകുമ്പോൾ ഞങ്ങൾ മുളിയാർ പഞ്ചായത്തിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജോലിക്ക് പോയിരുന്നു. അപ്പോൾ അവിടെ എല്ലാം അന്നേരം ഇതാണ് ഈ എൻഡോസൾഫാൻ്റെ കീടനാശിനി ഇതെല്ലാം തളിപ്പിച്ചത്. പിന്നെ അവിടുന്ന് 2-3 വർഷം അവിടെ ജോലി ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ നാട്ടിൽ വന്നു. പിന്നെ അത് ആ അധ്യയനം മറന്നു നമ്മൾ. പിന്നെ പിന്നെ എൻഡോസൾഫാനിൽ ഇത് ചെയ്യുന്ന പറഞ്ഞിട്ട് 2017-ലും 2011-ലും അത്ര ഓർമ്മയില്ല. ഇത് അതിൽ പോയി ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തി. എന്നിട്ട് ഞങ്ങൾക്ക് ഇത് ഇവിടുന്ന് വില്ലേജ് കളക്ടറേറ്റിൽ നിന്ന് നമുക്കൊരു ലെറ്ററെല്ലാം വന്നിരുന്നു. പിന്നെ അതിനെ പറ്റിയിട്ട് അതിന് ഒന്നുമില്ല. പിന്നെ പിന്നെ വീട്ടിൽ പറഞ്ഞാൽ ഇപ്പോൾ 2 കുട്ടികൾ, ഇപ്പോൾ ഞമ്മക്കും പ്രായമായി, ഭാര്യയ്ക്ക് അസുഖമായി. അവർ ഒരേ കാര്യം അവരെല്ലാം സ്വയം ചെയ്യേണ്ടത്. സ്വയം ചെയ്യണം അവരെ ഓരോ കാര്യങ്ങളും. ഭക്ഷണം മുതൽ ഇത് മറ്റേ പ്രാഥമിക കാര്യങ്ങൾ മുഴുവനും നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. അവർക്കൊന്നും ഇതറിയില്ല. മൂത്ത കുട്ടിക്ക് ചെറിയ പറയാനറിയാം, അത്ര ചെറിയങ്ങനെ. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞങ്ങൾക്കേ മനസ്സിലാവുള്ളൂ. എന്താ ചെയ്യുന്നത്, എന്താ പറയുന്നതെന്നല്ലേ അത് ഞങ്ങൾക്കേ അറിയുള്ളൂ. എന്തെന്നല്ല പിന്നെ പടച്ചവൻ എന്താ തീരുമാനിച്ചത് അതുമാതിരി നടക്കും. നമ്മൾക്കൊന്നും നടത്താനും നമുക്ക് നടക്കാനും പറ്റില്ല. സജിത്തും താഹിറയും ഷഹീറും മുർഷിദയുമൊക്കെ എൻഡോസൾഫാൻ ഇരകളുടെ കൂട്ടത്തിൽ ചില പ്രതീകങ്ങളാണ്. ദുരിതബാധിതരായി സർക്കാർ ലിസ്റ്റിൽ അകപ്പെടുകയും പിന്നീട് പുറത്താക്കപ്പെടുകയും ചെയ്ത 1000-ലേറെ വരുന്നവരുടെ പ്രതിനിധികൾ. അതിനിടയിലാണ് 2011 ഒക്ടോബർ 23-ന് ശേഷം ജനിച്ച ഒരു കുട്ടിയെയും എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനാകില്ലെന്ന സർക്കാർ ഉത്തരവ്. ഇവർ എന്തടിസ്ഥാനത്തിലാണ് പഠനം നടത്തിയത് എന്നുള്ള ഡോക്ടർ മായി കമ്മിറ്റിയുടെ റിപ്പോർട്ട് 2003-ലോ മറ്റോ വന്നിരുന്നു. ആ കമ്മിറ്റിയിലുള്ള അംഗങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല. ഇവിടെ വരാതെയാണ് പഠിച്ചിട്ട് എൻഡോസൾഫാൻ ഇവിടെ ഇല്ല എന്ന് കണ്ടെത്തിയത്. അതുപോലെ കുറേ ഡോക്ടർമാരുടെ പേര് കൊടുത്തിരിക്കുന്നു. അവരെന്താണ് പഠിച്ചത്? ഏത് ആധികാരിക രേഖയാണ് അവർ ആധാരമാക്കുന്നത്? എന്തുകൊണ്ടാണ് 6 വർഷത്തിലധികം കാലം ഇത് നിലനിൽക്കില്ല എന്ന് പറയുന്നത്? ഇപ്പോഴും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ എണ്ണം വളരെ കുറഞ്ഞെങ്കിലും 2000-ലൊക്കെ ജനിക്കുന്നത് പോലെ മാരകമായ രോഗങ്ങളോട് കുഞ്ഞുങ്ങൾ അത്രയധികം ജനിക്കുന്നില്ല, കുറവാണ്. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട്, വൈകല്യങ്ങളോട് കൂടിയിട്ട് ഈ മേഖലയിൽ ജനിക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ നേതൃത്വത്തിൽ
ഞാൻ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററായിട്ട് നടത്തിയ പഠനത്തിൽ 3 തരത്തിലെ പഠനങ്ങൾ നടത്തിയുണ്ടായി. 3 തരത്തിലെ പഠനമുണ്ട്. അപ്പോൾ ആദ്യത്തേത് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് എൻഡോസൾഫാൻ്റെ അംശങ്ങൾ ഇപ്പോഴത്തെ ജീവിക്കുന്ന മനുഷ്യരിൽ ഉണ്ടാവും എന്നുള്ളതായിരുന്നു. അപ്പോൾ അന്നത്തെ ടെക്സ്റ്റ് ബുക്ക് നോളജ് പ്രകാരം എൻഡോസൾഫാൻ അങ്ങനെ ബയോളജിക്കലി പെർസിസ്റ്റൻ്റ് അല്ല, ശരീരത്തിൽ അങ്ങനെ കൂടുതൽ കാലം നിലനിൽക്കില്ല എന്നായിരുന്നു ടെക്സ്റ്റ് ബുക്കുകളിൽ കിട്ടിയ നോളജ്. ശരി, ഇപ്പോൾ പബ്ലിക് ഹെൽത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ളത്. പലപ്പോഴും ഈ ടെക്സ്റ്റ് ബുക്ക് നോളജ്, അവർ കൊടുക്കുന്ന ഇൻസെക്സൈഡിൻ്റെ നോളജ്, അത് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയുടെ നോളജ് ആയിരിക്കും സയൻസിന് കിട്ടുന്നുണ്ടല്ലോ. പൊതുവെ മരുന്ന് കമ്പനികളെ പോലെ തന്നെയാണ് ഇത് പൊതുവേ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് എനിക്ക് ഓർമ്മയിൽ 11 പഞ്ചായത്തുകൾ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ സാമ്പിളായിട്ട് അവിടുന്ന് രക്ത സാമ്പിളുകൾ കളക്ട് ചെയ്തു. 4-5 പേരുടെ ഓരോ പഞ്ചായത്തൊന്നും ഇത് എഫക്റ്റ് ചെയ്തവൻ. എന്നിട്ട് നമ്മൾ കോയമ്പത്തൂർ സലീമരി സെൻറ്ററിലേക്കാണ് അയച്ചു കൊടുത്തത് എൻഡോസൾഫാൻ്റെ. അപ്പോൾ പലതിലും അതിൻ്റെ അകത്ത് എൻഡോസൾഫാൻ്റെ അളവ് നമ്മൾക്ക് എത്രമാണ് അനുവദനീയമായ അളവിനെക്കാട്ടും കൂടുതലായിട്ട് കണ്ടു. 3 തരം പഠനങ്ങളാണ് നമ്മൾ നടത്തുകയുണ്ടായി. ഈ പഠനങ്ങൾ നടത്തി കഴിയുമ്പോഴാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഇങ്ങനെ സുപ്രീം കോടതിയിലൊക്കെ കേസൊക്കെ വന്നിട്ട്, അപ്പോൾ അവരുടെ കയ്യിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ കയ്യിൽ ഒരു പഠനങ്ങളും റിസൾട്ടും ഇല്ല ഇന്ത്യയിൽ നടത്തിയത്. അപ്പോൾ ഏത് പഠനങ്ങളുടെ പേരിലാണ് അവർ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് അവിടെ നമ്മുടെ എല്ലാ ഡേറ്റയും കൊണ്ടുപോയിട്ട് ഒരു കംപ്ലീറ്റ് സ്ക്രൂട്ടനൈസ് ചെയ്തു. നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ, ഞാൻ കുറേ തവണ ഡൽഹിയിലേക്ക് പോകേണ്ട വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം കളക്ട് ചെയ്ത് ഓരോന്ന് അരിച്ച് പൊറുക്കിയിട്ട് അവരത് വിശ്വാസം വന്നു, ഇത് നമ്മൾ പറഞ്ഞത് ശരിയാന്നുള്ളത്. അതായിരുന്നു അന്നേരം എനിക്ക് 2012 ജൂലൈ മാസത്തിൽ അതാണ് സുപ്രീം കോടതി കൊടുത്തിട്ട് ഇതിനെ ബാൻ ചെയ്യാനുള്ള ഇത് വന്നിട്ടുള്ളത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി നിരന്തരം സമരം ചെയ്യേണ്ടി വന്ന ഒരു സമൂഹമാണ് കാസർകോട്ടെ എൻഡോസൾഫാൻ ഇരകൾ. 2010 VS സർക്കാരിൻ്റെ കാലത്താണ് ആദ്യമായി മെഡിക്കൽ ക്യാമ്പിലൂടെ 4182 പേരെ ദുരിതബാധിതരായി കണക്കാക്കി ധനസഹായം നൽകാൻ തീരുമാനിക്കുന്നത്. 121 ദിവസം നീണ്ട അമ്മമാരുടെ സമരത്തിലൂടെയാണ് ചില പ്രഖ്യാപനങ്ങളെങ്കിലും നടപ്പാകുന്നത്. അവസാനിച്ചില്ല. 2013 36 ദിവസം നീണ്ടുനിന്ന സമരം. 2014 മുഖ്യമന്ത്രിയുടെ വീട്ടുപടിക്കൽ നടത്തിയ അമ്മമാരുടെയും കുട്ടികളുടെയും സമരം. 2016 സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സമരം. അവകാശ പോരാട്ടങ്ങളുടെ പട്ടിക നീണ്ടുകിടക്കുകയാണ്. എണ്ണം കുറച്ചു കൊണ്ടുവന്ന് കാസർഗോഡ് ജില്ലയിലെ ദുരിതം തീർന്നു കഴിഞ്ഞു, ഇനി ഇല്ല, അല്ലെങ്കിൽ എൻഡോസൾഫാൻ ദുരിതം തന്നെ നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കുന്നതിലേക്കുള്ള ഒരുപാട് സംഗതികൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. 2012 ഉത്തരവിലൂടെ 5 വർഷം കൊണ്ട് ഇവർക്ക് കൊടുക്കുന്ന സാമ്പത്തിക സഹായമൊക്കെ നിർത്തിവെക്കുമെന്ന് പറഞ്ഞു. പിന്നീട് അത് 11 പഞ്ചായത്തുകളിലേക്ക് ചുരുക്കാൻ നോക്കി. പിന്നീട് അത് പ്ലാന്റേഷൻ്റെ 1.5 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രം പരിഗണിച്ചാൽ മതി എന്നെത്തി. ഇപ്പോൾ പുതിയൊരു ഉത്തരവ് വന്നിരിക്കുകയാണ്. 2011 ശേഷം ജനിക്കുന്ന കുട്ടികൾ ഇതിനകത്ത് പെടാൻ അർഹതയില്ല. അതിന് കാരണമായിട്ട് പറയുന്നത് 2005 കേരള സംസ്ഥാനം സർക്കാർ എൻഡോസൾഫാന് നിരോധനം ഏർപ്പെടുത്തിയത്. അപ്പോൾ നിരോധനത്തിന് ശേഷം 6 വർഷം കഴിഞ്ഞാൽ പിന്നീട് അവർ ജനിക്കുന്ന കുട്ടികൾക്ക് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഏത് ശാസ്ത്രയുക്തിയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നതെന്ന് വ്യക്തമല്ല. കാരണം ഒരു ആരോഗ്യ പ്രശ്നം പറയാൻ ഒരു നിശ്ചിത കാലയളവ് വെക്കുക എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഏത് ശാസ്ത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാവുന്നില്ല. 2017 ഒരു വിധി വന്നിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ DYFI കൊടുത്ത ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധി. ആ വിധിയിൽ പറയുന്നത് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പട്ടികയിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും 5 ലക്ഷം കൊടുക്കണം. ഇപ്പോൾ 4 ക്യാമ്പുകളിലായി 6728 പേരാണ് നിലവിൽ പട്ടികയിൽ പെടുത്തിയിരിക്കുന്നത്, അർഹത ഉള്ളവർ എന്ന കണക്കിൽ. അതിന് പുറത്തത്ര തന്നെ ആളുകൾ വേറെ ഉണ്ടാവാം. അവരുടെ ഇടയിൽ എത്തപ്പെട്ട അല്ലെങ്കിൽ കൊടുത്ത പൈസ ആരോട് തിരിച്ചു മേടിക്കാം? കമ്പനിയോട് തിരിച്ചു വാങ്ങിക്കണം. അതാണ് 2017 കോടതിയുടെ വിധിയിൽ പറയുന്നത്. അപ്പോൾ കേരള സർക്കാരിന് ഒരു പൈസ പോലും ഇതിനകത്ത് നഷ്ടം വരില്ല. ആജീവനാന്ത ചികിത്സ കൊടുക്കാൻ സുപ്രീം കോടതി പറയുന്നു. അതനുസരിച്ച് വരുന്ന ചെലവുകൾ മുഴുവനും ആരോട് വാങ്ങാം? കമ്പനിയോട് വാങ്ങാം. ഇനി കമ്പനി അടച്ചിട്ടിരിക്കുന്നുണ്ട്, കാരണം 2000 മുതൽ കമ്പനി അടച്ചിരിക്കുകയാണ്. അപ്പോൾ കമ്പനിയിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ ഇത് കേന്ദ്ര സർക്കാരിൽ നിന്നും ഈടാക്കാം. പക്ഷേ സുപ്രീം കോടതിയെ സമീപിക്കണം. എന്തുകൊണ്ട് കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നില്ല? അതിന് വ്യക്തമായ കാരണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കമ്പനികളുടെ താല്പര്യമാണ്. കമ്പനികളെ സംരക്ഷിക്കാൻ വേണ്ടി ആരൊക്കെയോ ശ്രമിക്കുന്നു
എന്നതിൻ്റെ തെളിവാണ് സുപ്രീം കോടതിയിലേക്ക് ഈ ആനുകൂല്യത്തിന് അല്ലെങ്കിൽ ഇവർക്ക് കിട്ടേണ്ട ഒരു സ്റ്റേറ്റിന് കിട്ടേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി പോകാതിരിക്കുന്നത്. ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കാനും പ്രാഥമിക പരിഹാരം കാണാനുമുള്ള ഇടമാണ് ജില്ലാതല എൻഡോസൾഫാൻ സെൽ. ആനുകൂല്യങ്ങളേറെ നൽകിയെന്ന് സർക്കാർ പറയുമ്പോഴും ദുരിതബാധിതരെ സംബന്ധിച്ച് പ്രതീക്ഷയുടെ തിരുനാളമായിരുന്ന സെൽ അവസാനമായി ചേർന്നത് 2023 ജനുവരി 8-ന്. 10 മാസം കഴിഞ്ഞു. ദുരിതബാധിതരെ കണ്ടെത്താനുള്ള മെഡിക്കൽ ക്യാമ്പ് അവസാനമായി നടന്നത് 2017-ന്. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എൻഡോസൾഫാൻ സെല്ല് രൂപീകരിച്ചു. ആ സെല്ലിൻ്റെ ചാർജ് അന്നത്തെ കാസർഗോഡ് ജില്ലയുടെ ചാർജുള്ള ശ്രീ KP മോഹനായിരുന്നു നൽകിയത്. എല്ലാ മാസവും കൃത്യസമയത്ത് എൻഡോസൾഫാൻ സെല്ലിൻ്റെ യോഗം വിളിക്കുമായിരുന്നു. ആ എല്ലാ മാസവും കൃത്യസമയത്ത് സെല്ലിൻ്റെ യോഗം വിളിച്ചാലുള്ള ഗുണമെന്താണ്? എൻഡോസൾഫാൻ ഇരകളുടെ പ്രശ്നങ്ങൾ അതാത് സമയത്ത് ചർച്ച ചെയ്ത് അതിന് പരിഹാരം കാണാൻ നമുക്ക് സാധിക്കും. ഇതിപ്പോൾ എന്താണ്, എൻഡോസൾഫാൻ സെല്ല് ഈ ജില്ലയിൽ ഉണ്ടോ എന്ന് പോലും അറിയില്ല. എൻഡോസൾഫാൻ സെല്ലിൻ്റെ യോഗം ചേരാറില്ല. 10 മാസമായി സെല്ലിൻ്റെ യോഗം 10 മാസമായി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സംഗതി, ശ്രീ KP മോഹന് ചാർജുള്ള സമയം എൻഡോസൾഫാൻ സെല്ലിൻ്റെ, അതേ ഒരിക്കൽ ഒരു സെല്ലിൻ്റെ യോഗത്തിൽ വരാൻ 5 മിനിറ്റ് വൈകിപ്പോയി. 5 മിനിറ്റ് വൈകിപ്പോയി. ആ 5 മിനിറ്റ് വൈകിയപ്പോൾ അന്നത്തെ പ്രതിപക്ഷം, ഇന്നത്തെ ഭരണപക്ഷം, ആ ഭരണപക്ഷം, ഇന്നത്തെ ഭരണപക്ഷം, അന്നത്തെ പ്രതിപക്ഷം, അവരെന്താണ് ചെയ്തതെന്നറിയോ? ആ 5 മിനിറ്റ് ശ്രീ KP മോഹൻ വൈകിയതിന് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പർ വെളിച്ചെന്നി കീറിക്കളഞ്ഞ് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. 5 മിനിറ്റ് യോഗത്തിൽ വൈകിയതിന്. ഇന്നിപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ 10 മാസമായി എൻഡോസൾഫാൻ സെല്ലിൻ്റെ യോഗം കൂടാതെ. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? അപ്പോൾ അതിൻ്റെ അകത്ത് സർക്കാരിന് താല്പര്യമില്ല. എൻഡോസൾഫാൻ വിഷയത്തിൽ സർക്കാരിന് താല്പര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് എന്താണെന്നതില്ല വെച്ചാൽ അന്ന് നടത്തേണ്ടതായിരുന്നു, ഇടക്കിടയ്ക്ക് അത് നടത്തേണ്ടതായിരുന്നു. അത് നടന്നിട്ടില്ല, നടക്കാതെ. കാരണം എന്താണെന്ന്, അന്ന് എൻഡോസൾഫാൻ സെല്ല് അക്കാര്യത്തിൽ വേണ്ടത്ര ഗൗരവത്തിലെടുക്കാത്തതുകൊണ്ടാണോ പിന്നെ അതല്ല എന്താണ് അതിന് കാരണമെന്ന് ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തതയില്ല. ഏതായാലും അന്ന് നടത്തേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നടത്തണമെന്ന് കാണിച്ചത്. കഴിഞ്ഞ എൻഡോസൾഫാൻ സെല്ലിൻ്റെ തീരുമാനം മെഡിക്കൽ ക്യാമ്പ് നടത്തണം. കാരണം ഈ ഒറ്റപ്പെട്ട അപേക്ഷ വരുന്നുണ്ട്. ഒറ്റയ്ക്കെന്നല്ല, ഈ ഒറ്റപ്പെട്ട അപേക്ഷ ആയിരങ്ങളായി. അല്ല, അതിപ്പോൾ കിട്ടും. അപേക്ഷ വിളിച്ചപ്പോൾ നേരത്തെ തന്നെ ആയിരങ്ങളോളായി. ഈ അപേക്ഷ വരുമ്പോൾ ഈ ഒറ്റയ്ക്ക് കൊണ്ടു കൊടുക്കുന്നതല്ലല്ലോ വേണ്ടത്. അപ്പോഴാണ് പറഞ്ഞത് നമ്മൾ അപേക്ഷ വിളിക്കാം. അപേക്ഷ വിളിച്ചിട്ട് എത്ര കിട്ടും നോക്കുക, അത് വെച്ചിട്ട് മെഡിക്കൽ ക്യാമ്പ് നടത്താം. സമരം മുന്നോട്ട് പോകും. സമരം മുന്നോട്ട് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുരിതമനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും പ്രശ്നം യാഥാർത്ഥ്യമാണല്ലോ. എൻഡോസൾഫാൻ പീഡിത മുന്നണിയുടെ നേതൃത്വത്തിൽ ഇത് ഇപ്പോഴല്ല, എത്രയോ കാലമായിട്ട് സമരം നടക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലും കളക്ടറേറ്റിന് മുന്നിലും 100 കണക്കിന് സമരങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ നിരന്തരമായ സമരങ്ങൾ നടന്നിട്ട് തന്നെയാണ് ഈ ഉള്ള പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങളും ചികിത്സാ സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമാണെങ്കിൽ പോലും ലഭിച്ചത്. അല്ലാതെ സർക്കാർ കൊണ്ടുവന്ന് ഇങ്ങനെ തന്നതല്ല. എല്ലാ ആനുകൂല്യങ്ങളും സമരം ചെയ്ത് നേടിയെടുത്ത് തന്നെയാണ്. ഇവിടെയുള്ള മനുഷ്യരെ ഈ നിലയിലാക്കിയതാരാണ്? സർക്കാർ തന്നെയാണ്. കാസർഗോഡ് നടന്നത് കൂട്ടക്കൊലയാണ്. ആകാശത്ത് കൊണ്ടുവന്നിട്ട് വിഷം തളിക്കുകയായിരുന്നു. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിടുന്നത് പോലെയാണ് ഇവിടെയും ആളുകളെ കൊന്നൊടുക്കിയത്. ഭരണകൂട ഭീകരതയാണ്, ഭരണകൂടത്തിൻ്റെ കൂട്ടക്കൊലയാണ് കാസർഗോഡ് നടന്നത്. അതുകൊണ്ട് ഭരണകൂടത്തിന് ഉത്തരവാദിത്വമുണ്ട്. ഈ ജനങ്ങളെ പരിരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതൊരു ഔദാര്യമായിട്ടല്ല ജനത ചോദിക്കുന്നത്, അവകാശമായിട്ടാണ്.